ഹായ്, ഇന്നൊരു മീൻ കറിയാണ് കേട്ടോ. അതിന് വേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക്, കറിവേപ്പില, പൊടിവകകൾ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത് ഇത്രയും എടുക്കുക. എടുത്തിട്ട് ഇത് ഓരോന്നോരോന്നായി ചതച്ച് വെക്കണം. അതിനിടയ്ക്ക് അടുപ്പിൽ ചട്ടി വെക്കണം. ചട്ടി വെച്ച് അതിനകത്ത് എണ്ണ ഒഴിച്ചിട്ടേക്കണം. അന്നേരത്തേക്ക് എണ്ണ ചൂടായിരിക്കും. ഇതെല്ലാം ചതച്ച് വാരണം. ചതച്ച് വാരി ഈ പാത്രത്തിലോട്ട് തന്നെ വെക്കണം. അതിനിടയിൽ നമുക്ക് ആവശ്യമുള്ള പുളി, കറിക്ക് ആവശ്യമുള്ള പുളി റെഡിയാക്കി വെച്ചേക്കണം. ഉപ്പും റെഡിയാക്കി വെക്കണം. ഞാൻ പുളി വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അതുപോലെ ഉപ്പുനീരുമാണ് ഞാൻ ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഉലുവയിട്ട്, ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ചതച്ച് വെച്ചതെല്ലാം ഒന്ന് ഇളക്കിയിട്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. കറിവേപ്പില പിന്നെ ഇടാം. ഒന്ന് വാടി വരണം. ഇതെല്ലാം ഒന്ന് വാടി വരണം. വാടി വന്നതിന് ശേഷം വേണം മുളക് പൊടി, പൊടിവകകളിൽ ആദ്യം വാടി വരുമ്പോഴത്തേക്ക് കറിവേപ്പില ഇടണം. വാടി വന്നിട്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പൊടിവകകളെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് അത് ഒന്ന് ഇളക്കി ഒന്ന് മൂക്കണം. തീ കാത്തിട്ടിട്ട് വേണം കേട്ടോ. തീ ചെറുതായിട്ടിട്ടിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ പുളിവെള്ളം ഉപ്പുവെള്ളം ഒഴിക്കും. പുളിയുടെ വെള്ളം കുറച്ചൊഴിച്ചാൽ മതി. നല്ല പുളിയാണ്, കഷ്ണം വീഴണ്ട. ഇച്ചിരി പുളിവെള്ളവും കൂടെ ഉപ്പുനീരും കൂടെ ഒഴിക്കണം. ഉപ്പുനീരും കൂടെ ഇതൊഴിച്ച് അതൊരു തോതാണ് കേട്ടോ. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കാവൂ. ഒഴിച്ചിട്ടൊന്ന് എണ്ണ തെളിയാനായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പം നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് കഷ്ണങ്ങളെല്ലാം പെറുക്കിയിടണം. അതായത് ഒന്ന് ചൂടായി തിളച്ച് വരണം. തിളച്ച് വരുമ്പോഴത്തേക്ക് കഷ്ണങ്ങളെല്ലാം പെറുക്കിയിട്ട് ഒന്ന് തട്ടിപ്പൊത്തി ഒന്ന് കറക്കി അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കി, ഉപ്പും പുളിയെല്ലാം ഒന്ന് നോക്കി 2 തല കറിവേപ്പിലയും കൂടെ അതിനകത്തിടും. 2 തല കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വയ്ക്കും. 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു മണം, നല്ല സ്മെല്ലാണ്. പിന്നെ ഒത്തിരി ഇളക്കണ്ട, സൈഡ് മാത്രം ഒന്ന് ഇളക്കി ഉപ്പും പുളിയൊക്കെ നോക്കി അടച്ച് സ്റ്റൗ ഓഫ് ചെയ്തെടുത്ത് വെച്ചിട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അടപ്പൊന്ന് മാറ്റി വെച്ചേക്കണം. വെള്ളം വീഴും അതിനകത്ത്